ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ശുക്രൻ, ആ ശുക്രൻ എന്ന് പറയുന്നത് 12 നീച രാശിയിലേക്ക് ആഗസ്റ്റ് 1 രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ആഗസ്റ്റ് 17 10 നിന്നും 11 മാറുന്നു. ചൊവ്വ ആഗസ്റ്റ് 2 9 മാറുന്നു. ബുധൻ ആഗസ്റ്റ് 5 10 ആഗസ്റ്റ് 22 11 രാശി മാറുന്നു. ഗുരു 10 ഉച്ചസ്ഥിതനാണ്. ശനി 6 വക്രഗതിയിൽ ആണ്. രാഹു 5 കേതു 11 സ്ഥിതി തുടരുന്നു. അതായത് ആഗസ്റ്റ് മാസത്തിൽ ശുക്രൻ, കുജൻ, ബുധൻ, രവി ഈ 4 ഗ്രഹങ്ങൾക്കാണ് രാശി മാറ്റങ്ങൾ വരുന്നത്. ഇപ്പം നമുക്ക് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. അപ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രൻ 12 നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശുക്രൻ 8ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12 വരുന്നത് വിപരീത രാജയോഗമാണ്. എങ്കിലും ആ ശുക്രന് നീചസ്ഥിതി വരുന്നത് കൊണ്ട് യാത്രകൾ കൊണ്ടുള്ള ക്ഷീണം, ശരീരക്ഷീണം, ശരീരവേദന, ഇമ്മ്യൂണിറ്റി കുറവ് ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഉണ്ടാകാം. ചിലർക്ക് ഈ മെഡിക്കൽ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ചിലപ്പോൾ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. ചിലർക്ക് ചിലപ്പോൾ ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. പക്ഷേ അവയ്ക്കൊക്കെ തന്നെ ഈ 8ാം ഭാവാധിപൻ 12 സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് സഡനായിട്ടുള്ള റിക്കവറി നമുക്ക് ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ സാധ്യമാകും. 6 ശനി വക്രത്തിലാണ്. എങ്കിലും ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 6 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് നമുക്ക് അതിൽ നിന്ന് റിക്കവറി, അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. പൊതുവെ മനസ്സമാധാനമൊക്കെ ചിലപ്പോൾ ഈ കുറയാനൊക്കെ ഇടയാകുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ് കൂട്ടുന്നതും ധ്യാനം, യോഗ ഇവയൊക്കെ ശീലിക്കുന്നതും നമുക്ക് ഈ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കാൻ സഹായകമാണ്. അതുപോലെ ചൊവ്വ എന്ന് പറയുന്നത് 2ഉം 7ഉം ഭാവാധിപനാണ്. 9 സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ചൊവ്വയ്ക്ക് അല്പം മാരക സ്വഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ പറയാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ആദ്യ പകുതി സൂര്യനും 10 വരുന്നുണ്ട്. അതിനുശേഷം ആ സൂര്യൻ 11 രാശി മാറുകയാണ്. അപ്പോൾ 5 മുതൽ 9ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 10 വരുന്നു. അവർ കരിയർ തലത്തിൽ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഉയർന്ന പദവി, അധികാരം, അതുപോലെ അംഗീകാരമൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് പ്രതീക്ഷിക്കാം. ഗുരു 6ാം ഭാവാധിപനായാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ട്രബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്ന സമയമാണ്. അവയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. ഇപ്പോൾ വർക്കിലൊക്കെ പൊതുവെ ആക്റ്റീവാകും. ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടാവുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഉയർന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ പൊതുവെ വിജയപ്രദമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവും ശുക്രനുമൊക്കെ 6 ഗുരു 6 6ാം ഭാവാധിപനായിട്ട് ദൃഷ്ടി ചെയ്യുന്നു.
ശുക്രൻ 6 ഉച്ചദൃഷ്ടി ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഈ വർക്ക് പ്ലേസിൽ ഇപ്പോൾ 6 ശനി വക്രത്തിൽ, കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിലാണെങ്കിൽ തന്നെയും 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ 6 ദൃഷ്ടി, ശുക്രൻ്റെ 6 ഉച്ചദൃഷ്ടി, ഇതൊക്കെ തന്നെ തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. ഗുരു പ്രത്യേകിച്ച് 3-ാം ഭാവാധിപനും കൂടിയാണ്. ഇപ്പോൾ 3-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ലൊക്കെ ഉച്ചസ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നവർ, മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ മീഡിയ പ്രവർത്തകർ, അങ്ങനെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. കാമ്പറ്റേറ്റീവ് തലത്തിൽ പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ 10-ലെ ഗുരു, അതുപോലെ സൂര്യൻ, അതുപോലെ ബുധൻ, ഇവയൊക്കെ തന്നെ തൊഴിൽപരമായിട്ട് യുക്തിസഹമായിട്ട് കറക്റ്റായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കാൻ കഴിയുന്ന സമയവും കൂടെയാണ്. അതുപോലെ ഗുരു ശുക്രനൊക്കെ 6-ൽ ദൃഷ്ടി ചെയ്യുന്നത് വർക്ക് പ്ലേസിൽ വളരെ ഗുണം ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ സൂര്യൻ 11-ലേക്ക് രാശി മാറുന്നുണ്ട്. അവിടെ സൂര്യനും കേതുവുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ 11-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ കഴിവതും നമ്മൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കി പോകുന്നത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് തലത്തിലും സോഷ്യൽ സർക്കിളിലൊക്കെ തന്നെ നമുക്ക് ഒരു വിട്ടുവീഴ്ചയൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അങ്ങനെ നമ്മൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു പോകുന്നവർക്ക് പ്രത്യേകിച്ച് സാമൂഹ്യ ബന്ധം വഴിയും അതുപോലെ സൗഹൃദങ്ങൾ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ വാരം ഗുണാനുഭവം കൂടുന്ന സമയമാണ് ആയിട്ട് കാണുന്നു. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്ത് 4 വരെ ഉണ്ട്. അതിനുശേഷം അത് കർമ്മസ്ഥാനത്തും 11-ലേക്കുമാണ് ആ ബുധൻ രാശി മാറുന്നത്. അത് ബിസിനസ്സിൽ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകും. ബിസിനസ് വഴി വരുമാനമൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് പ്ലാന്, തന്ത്രങ്ങൾ ഇവയൊക്കെ തന്നെ വിജയപ്രദമാകുന്ന സമയമായിരിക്കും. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. അവസാനത്തെ വാരമൊക്കെ ഈ 9-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11-ൽ വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അത് ധനപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുപോലെ സൂര്യനും 11-ൽ വരുന്നുണ്ട്. അവയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വിദേശ ബന്ധം വഴി, വിദേശ വിപണനം വഴിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് 9, 10, 11 രാശികളിൽ. അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു 10-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയവും കൂടിയാണ്. ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ലാണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 5-ൽ രാഹുവുണ്ട്. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അവരുടെ ബുദ്ധിശക്തി, മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ ഈ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലെന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ ബുധൻ്റെ സ്ഥിതി കൊണ്ട് കാണിക്കുന്നത്. അതുപോലെ വിദേശത്തൊക്കെ പഠനം പ്ലാൻ ചെയ്യുന്നതിനും വിദേശത്തെ യാത്രകൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 9-ൽ കുജൻ്റെ സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ 9-ലൊക്കെ കുജൻ്റെ സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, അതുപോലെ പിതാവ്, അവരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അഗ്രസീവ് എനർജി കൂടാതെ നോക്കണം. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്താണ്. അതുപോലെ ഈ 2-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 11-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 10-ലും 11-ലും സഞ്ചരിക്കുന്ന സമയമാണ്. 11-ൽ കേതുവുണ്ട്. 12-ൽ ശുക്രൻ നീചസ്ഥിതനാണ്. ശനി, കുജനൊക്കെ ആ 12-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധനപരമായിട്ടുള്ള ഭാഗ്യനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്.
സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളി വഴിയോ ബിസിനസ് വഴിയോ തൊഴിൽ വഴിയോ ഒക്കെ തന്നെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ അതേസമയം ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 12 ആകുന്നു എന്നുള്ളത് കൊണ്ടും 12 നീചസ്ഥിതനാണെങ്കിൽ തന്നെയും ആ ശുക്രൻ 12 വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സഡനായിട്ടുള്ള എക്സ്പെൻസ് കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. ദൂരയാത്രകൾ, അതുവഴിയുള്ള ചിലവ്, അതുപോലെ തന്നെ സ്പിരിച്വൽ തലത്തിലുള്ള ചിലവ്, അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ അൺനെസസറി ആയിട്ടുള്ള ചിലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഫിനാൻസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ്, അതുപോലെ ജോയിൻ്റ് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ചിലർക്ക് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9ലാണ്. ഇപ്പം വിവാഹ ആലോചനകൾ ഉണ്ടാകാം. അതുവഴി ചിലർക്ക് വിവാഹ ആലോചന വഴി ഭാഗ്യനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനസ്ഥിതി ഉയരാനും സാധ്യതയുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായിട്ടുള്ള ശനി 6 വക്രത്തിലാണ്. 5 രാഹു ഉണ്ട്. ഇപ്പോൾ അവസാനത്തെ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ 5 വരുന്നുണ്ട്. ഇപ്പോൾ സൂര്യനും രാഹുവുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാന പകുതി 5 വരുന്നു. അപ്പോൾ പ്രണയബന്ധം നമ്മൾ ഒരു പ്രണയബന്ധത്തിൽ അല്പം കൺഫ്യൂഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ റിവ്യൂ ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അവസാനത്തെ പകുതി ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് 5 രാഹു, 5 സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ശ്രദ്ധ വേണം. മാരിറ്റൽ റിലേഷൻഷിപ്പ് വിലയിരുത്തുമ്പോൾ ജീവിത പങ്കാളി വഴി ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ, അതുപോലെ ഷോപ്പിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ 12 ആണ് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ കഴിവതും അനാവശ്യ ചെലവ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ കഴിവതും അഗ്രസീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9 നിൽക്കുന്നു. 4ാം ഭാവാധിപനായിട്ടുള്ള ശനി 6 വക്രത്തിലാണ്. അപ്പോൾ 2 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, 4 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ, അത് പരിഹരിക്കാൻ അനുകൂലമായിട്ടുള്ള സ്ഥിതി കാണുന്നുണ്ട്. ആദ്യ പകുതിയൊക്കെ ഈ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 4 വരുന്നുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടിയോടൊപ്പം തന്നെ സൂര്യൻ്റെ ദൃഷ്ടി ആദ്യ പകുതി ഉണ്ട്. അപ്പോൾ കുജൻ്റെ ദൃഷ്ടിയും ഉച്ചദൃഷ്ടി 4 അപ്പോൾ ഈ 3, 4 രാശികളിൽ പ്രത്യേകിച്ച് സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി, കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കുടുംബ പരിതസ്ഥിതികൾ നമുക്ക് അനുകൂലമാക്കുന്നതിന് കഴിയും. നമുക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഭവന സംബന്ധമായ കാര്യങ്ങൾ, ഇവയിലൊക്കെ നമുക്ക് പുരോഗതി ഉണ്ടാകും. എങ്കിലും ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു ടെൻഷൻ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം. ആഗസ്റ്റ് 3, 4, 7, 8, 16, 17, 30, 31 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതും ഈ സമയത്ത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ പറഞ്ഞത് തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി, ഇപ്പോഴത്തെ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് തുലാ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ തുലാ ലഗ്നം അവരുടെ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക.
ഇപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ തുലാക്കൂറിൽ ചിലർക്ക് മാത്രമേ തുലാ ലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റ് ലഗ്നരാശികളാണ് വരുന്നത്. അപ്പം തുലാ ലഗ്നം അല്ലാതെ തുലാക്കൂറുകാർക്ക് മറ്റ് ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഏത് ലഗ്നരാശിയാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ നമുക്ക് ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചും അതുപോലെ ലഗ്നത്തിൻ്റെ സ്ഥിതി വെച്ചും നമ്മൾ ഈ ഫലങ്ങൾ വിലയിരുത്തിയാൽ മാത്രമേ ഈ ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഗോചര ഫലമാണ്. അതേസമയം നമ്മുടെ ജാതകത്തിൽ പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഇപ്പോൾ ജാതകത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു, അപകാരം നടക്കുന്നു, ഛിദ്രം നടക്കുന്നു, വളരെ പ്രധാനമാണ്. ദശ, ഛിദ്രം, അതുപോലെ അപകാരം, ഇതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.